സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനം കോൺഗ്രസിനകത്ത് വലിയ ചർച്ചയായി മാറി. കോൺഗ്രസിനകത്ത് മാത്രമല്ല, പൊതുസമൂഹത്തിലും ചർച്ചയായി മാറിയിട്ടുണ്ട്. ശേഷാദ്രിനാഥനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. അദ്ദേഹത്തിന് സംഘപരിവാർ ബന്ധമുണ്ട് എന്നാണ് ഉയർന്നു വന്ന ആരോപണം. ഉന്നയിച്ചിരിക്കുന്നത് CPM നേതാക്കളോ പ്രതിപക്ഷത്തിരിക്കുന്ന ഏതെങ്കിലും MLA മാരോ LDF-ലെ ഏതെങ്കിലും ഘടകകക്ഷികളോ അല്ല. ഉന്നയിച്ചിരിക്കുന്നത് KPCCയുടെ ജനറൽ സെക്രട്ടറി PM നിയാസാണ്. പരസ്യമായിട്ടാണ് അദ്ദേഹം ആരോപണവുമായി രംഗത്ത് വന്നത്. മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചു. KPCCക്ക് കത്ത് നൽകി, AICCക്ക് കത്ത് നൽകി. കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയെയും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെയും കണ്ട് സംസാരിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തും PM നിയാസ് എന്ന വാർത്തകളും വന്നിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി സമയം അനുവദിച്ചില്ല. എന്നുവെച്ചാൽ PM നിയാസ് ഉയർത്തുന്ന ആരോപണത്തെ നേരിടാൻ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം എന്നർത്ഥം. വളരെ ഗുരുതരമായ ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത് എന്നത് മറ്റൊരു വശം. കാരണം കോഴിക്കോട് സ്വദേശിയാണ് ശേഷാദ്രിനാഥൻ. അതേ പ്രദേശത്തെ താമസക്കാരനാണ് PM നിയാസ്. അദ്ദേഹം പറയുന്നു, എനിക്ക് ബോധ്യമുണ്ട്, ഉത്തമ ബോധ്യമുണ്ട്, ശേഷാദ്രിനാഥൻ RSSകാരനാണ്, സംഘപരിവാറുകാരനാണ് എന്ന്. അങ്ങനെയുള്ള ഒരാളെ സുപ്രധാനമായ പോസ്റ്റിൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോസ്റ്റിൽ നിയമിക്കുന്നത് എന്തിന്? കോൺഗ്രസിൽ വേറെ ആളില്ലേ? ഈ ചോദ്യമാണ് ഉയർന്നത്. അതോടൊപ്പം തന്നെ സംഘപരിവാറുകാരനെ നിയമിക്കാനാണോ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളുമൊക്കെ കഴിഞ്ഞ 10 വർഷക്കാലം അടികൊണ്ടത്, സമരം ചെയ്തത്, മുദ്രാവാക്യം വിളിച്ചത്, പോസ്റ്റർ ഒട്ടിച്ച് നടന്നത് എന്ന ചോദ്യവും ചോദിക്കുന്നു PM നിയാസ്. അത് ഒരു വശം മാത്രമാണ്. കോൺഗ്രസിനകത്ത് ഇത് വലിയ ഒരു വടംവലിക്ക് കാരണമായിട്ടുണ്ട്. PM നിയാസ് KC വേണുഗോപാലിനെ പിന്തുണക്കുന്ന നേതാവാണ്. KC വേണുഗോപാൽ അടക്കമുള്ള ഒരു വിഭാഗം നേതാക്കളുടെ പിന്തുണയില്ലാതെ PM നിയാസ് പരസ്യമായി രംഗത്ത് വരില്ല. PM നിയാസ് പരസ്യമായി രംഗത്ത് വന്നിട്ടും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയിട്ടും ഇനി പരസ്യ പ്രസ്താവന പാടില്ല എന്ന് ആരും PM നിയാസിനോട് പറഞ്ഞിട്ടുമില്ല. എന്ന് വെച്ചാൽ കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗത്തിന്റെ പിന്തുണയുണ്ട് PM നിയാസിന് എന്നർത്ഥം. KPCCയുടെ പ്രസിഡന്റാണ് സണ്ണി ജോസഫ്. അദ്ദേഹം മന്ത്രി കൂടിയാണ്. അദ്ദേഹത്തെ സന്ദർശിച്ച് ചർച്ച നടത്തി PM നിയാസ്. എന്നാൽ KPCC പ്രസിഡന്റ് എന്ന നിലയിൽ സണ്ണി ജോസഫ് ഇനി ഇതേക്കുറിച്ച് അഭിപ്രായം പറയരുത്, പരസ്യ പ്രസ്താവന നടത്തരുത് എന്ന് പറഞ്ഞിട്ടില്ല. രമേശ് ചെന്നിത്തലയെ കണ്ടു. ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ്, കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹവും വിലക്കിയില്ല PM നിയാസിനെ. എന്ന് വെച്ചാൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയുണ്ട് എന്ന് ഇതോടുകൂടി വ്യക്തമാണ്. അതോടൊപ്പം തന്നെയാണ് KC വേണുഗോപാലിന്റെ പിന്തുണ. KC വേണുഗോപാലിന്റെ അടുത്ത അനുയായിയാണ് PM നിയാസ് എന്നതുകൂടി ഓർക്കണം. എന്ന് വെച്ചാൽ VD സതീശനെതിരെ കോൺഗ്രസിനകത്ത് രൂപം കൊള്ളുന്ന ഒരു പുതിയ ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പോരാ, VD സതീശനെതിരെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതിൽ എല്ലാ ഗ്രൂപ്പുകാരുമുണ്ട്. അവരെല്ലാം ഒന്നിച്ച് ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നു എന്നർത്ഥം. ഈ വിഷയം മാത്രമല്ല, ഗവൺമെന്റ് പ്ലീഡർമാരുടെ നിയമനത്തിൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് വലിയ അതൃപ്തിയുണ്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. അതുമാത്രമല്ല, വിവിധ നിയമനങ്ങളിൽ അതൃപ്തി പരസ്യമാക്കിയിട്ടില്ല എന്ന് മാത്രമേയുള്ളൂ. ഏറ്റവും ഒടുവിലാണ് സംഘപരിവാറുകാരനായ ശേഷാദ്രിനാഥനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കുന്നത്. അത് സ്വാഭാവികമായും സംഘപരിവാർ ശ്രേണിയിൽപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ നിയമനമാണ്. ഭരണഘടനാ പദവിയാണ്. ഒരു തവണ നിയമിച്ചാൽ 5 വർഷത്തേക്ക് ഇളക്കം തട്ടാത്ത പദവിയാണ്. മാറ്റണമെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയെ ഇംപീച്ച് ചെയ്യുന്നതിന് തുല്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. അത് ഒരിക്കലും സാധിക്കുകയില്ല കോൺഗ്രസിനെ സംബന്ധിച്ച്, UDF-നെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെയാണ് നിയമിച്ചു കഴിഞ്ഞാൽ 5 വർഷക്കാലം അദ്ദേഹം അവിടെ ഇരിക്കും. അത് ഒരു സംഘപരിവാറുകാരനാകുമ്പോൾ അടുത്ത തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDF-ന് എതിരായി വരാം. ഈ നിയമനം ആര് പറഞ്ഞിട്ടാണ് നടത്തിയത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. കോൺഗ്രസിൽ ചർച്ച ചെയ്തിട്ടില്ല. മുസ്ലിം ലീഗിന്റെ മന്ത്രി KM ഷാജിയാണ് നിയമിച്ചിരിക്കുന്നത്. അദ്ദേഹമാണ് നിയമനാധികാരി. പക്ഷേ അദ്ദേഹം അത് മുസ്ലിം ലീഗ് ചർച്ച ചെയ്തിട്ടില്ല. മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിയാലോചന നടത്തിയിട്ടില്ല. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് ഈ നിയമനം? ആരാണ് ശേഷാദ്രിനാഥന്റെ പേര് നിർദ്ദേശിച്ചത്? ഗവർണറാണോ? BJP നേതാക്കളാണോ?
ഈ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. സ്വാഭാവികമായും വി.ഡി. സതീശനെതിരെ വലിയ നീക്കം കോൺഗ്രസിനകത്ത് നേരത്തെയുണ്ട്. എല്ലാവരും ഒന്ന് അടങ്ങിയിരുന്നതാണ്. അവർക്ക് നല്ലൊരു ആയുധം കിട്ടി എന്ന് വെച്ചാൽ വി.ഡി. സതീശന് എതിരെ ഒരു പടപ്പുറപ്പാട് ആരംഭിച്ചിരിക്കുന്നു കോൺഗ്രസിൽ നിന്ന് എന്നർത്ഥം. അതിനെ തടയാൻ വി.ഡി. സതീശന് കഴിയുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും വി.ഡി. സതീശന്റെ മുഖ്യമന്ത്രി കസേരയുടെ ഭാവി.